നായക്കുട്ടിക്ക് രക്ഷകരായത് അഗ്നിരക്ഷാസേനയാണ്. ഗേറ്റിൽ തല കുടുങ്ങിയ നായക്കുട്ടിയെയാണ് ആറ്റിങ്ങലിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രക്ഷിച്ചത്. യാതൊരു പരിക്കുകളുമില്ലാതെയാണ് നായയെ പുറത്തെടുത്തത്. രാത്രിയിൽ നായയുടെ കരച്ചിൽ കേട്ടാണ് വീട്ടുകാർ പുറത്തേക്കിറങ്ങി നോക്കിയത്. നായക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ വീട്ടുകാർ ആവുന്നത് ശ്രമിച്ചു. ഒടുവിലാണ് അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയത്. ആറ്റിങ്ങൽ സ്വദേശിയായ സുശീലന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം തിരികെ ഗേറ്റിലൂടെ കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് നായയുടെ തല കുടുങ്ങിയത്. കട്ടർ ഉപയോഗിച്ച് ഗേറ്റിന്റെ ഗ്രില്ലുകൾ അറുത്തുമാറ്റിയാണ് ഒടുവിൽ നായയെ രക്ഷപ്പെടുത്തിയത്. ഒരു പരിക്കുമില്ലാതെ അങ്ങനെ നായക്കുട്ടിയെ പുറത്തെത്തിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, ഇങ്ങനെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ജീവൻ രക്ഷിച്ച എത്രയോ കാഴ്ചകൾ നമ്മൾ തത്സമയ റിപ്പോർട്ടറിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നു. അതിലേക്ക് ഒന്നുകൂടി ചേർത്ത് വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ശരിക്കും വലിയ സന്തോഷം നൽകുന്നുണ്ട് ആ കാഴ്ച. അതിൽ എടുത്തു പറയേണ്ടത് ആ വീട്ടുകാരുടെ കാര്യം കൂടിയാണ് കേട്ടോ. കാരണം രാത്രിയാണ് ആ നായയുടെ കുര കേട്ടു, ശബ്ദം കേട്ടു, വരണമെങ്കിൽ വന്ന് നോക്കാതെ ഇരിക്കുക, അവർക്ക് മൈൻഡ് ചെയ്യാതിരിക്കാൻ പല ശബ്ദങ്ങളും രാത്രി കേൾക്കും, ശ്രദ്ധിക്കേണ്ട എന്ന് കരുതാം. പക്ഷെ അവർ കൃത്യസമയത്ത് വന്ന് നോക്കി, അവർ പറ്റുന്നത്ര ശ്രമിച്ചു. പക്ഷെ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ കൃത്യസമയത്ത് അഗ്നിരക്ഷാ സേനാംഗങ്ങളെ വിളിച്ചു വരുത്തി ആ നായയെ രക്ഷിച്ചു. സത്യം പറഞ്ഞാൽ ആ കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഗേറ്റൊക്കെ അറുത്ത് മാറ്റിയാണ് നായയെ രക്ഷിച്ചത്. ഇനി വലിയ ചെലവാണ് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ. പക്ഷേ അതും ഒരു ജീവനല്ലേ, കൃത്യസമയത്ത് അത് രക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും അതുപോലെ തന്നെ ആ കുടുംബവും ഒരുപോലെ പ്രശംസ അർഹിക്കുന്നുണ്ട്. ഈ പലർക്കും നിസ്സംഗമായി ഉറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു നന്മയാണ് ഏറ്റവും പ്രധാനമായി സ്റ്റോറിലുള്ളത്. കാരണം രാത്രിയിലാണ്, ഉറക്കക്ഷീണം കാണും, ജോലി കഴിഞ്ഞുള്ള ദിവസമാണ്. അങ്ങനെ തിരക്കേറിയ ദിവസത്തിന് ശേഷം ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ വീട്ടുമുറ്റത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആ ശബ്ദം അതൊരു നായക്കുട്ടിയാണ്. നായക്കുട്ടി നമ്മുടെ ആ വീടിൻ്റെ, ആ പറയുന്ന ഉടമസ്ഥൻ്റെ വീടിൻ്റെ ഗേറ്റിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അവർ പല പണി ശ്രമിച്ചു, പക്ഷേ ഇതിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ പറയുന്നത് ഒരു തയ്യാറെടുപ്പാണ്. കാരണം അഗ്നിരക്ഷാ സേനയെ വിളിക്കണം, അവർക്കായി കാത്തിരിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. രാത്രിയാണ് അദ്ദേഹം പറഞ്ഞ നിസ്സംഗമായി ഇറങ്ങാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിക്കുക, അവരെ എത്രമാത്രം സുരക്ഷിതമായി ചുറ്റുപാടിൽ നിർത്താൻ കഴിയുക, അവരും നമ്മളുടെ പരസ്പര ബന്ധത്തിന്റെ കൂടി ഒരു മനോഹര കഥയായി ഇത് മുന്നിലേക്ക് വെക്കുകയാണ്. അത് തന്നെയാണ് കാണാൻ. പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ്, ഇത്തരം കഥകൾ പലതും കൊടുത്താണ്. കാരണം ഈ അഗ്നിരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഏത് ചെറിയ ജീവിയെ പോലും രക്ഷിക്കാൻ അവർ സന്നദ്ധരായി എത്തുന്നു എന്ന് പറയുന്നത്, അത് നമ്മൾ ഒരുപാട് മാതൃകയെന്ന് പറയുമ്പോൾ ആ വാക്ക് പോലെ അപ്രസക്തമാവുകയാണ്. എന്തായാലും അവരുടെ ജോലിയുടെ ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ അത് ഈ പറയുന്നത് പോലെ മാതൃകയാക്കാൻ കഴിയുന്ന കാഴ്ചയെ കൂടിയാണ്. എന്തായാലും അത് രണ്ടു കൂടി ഇവിടെ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ മനുഷ്യന്റെ ഈ സഹജീവികളുള്ള സ്നേഹം അത് ഉയർന്നു നിൽക്കുന്നു. ഒപ്പം ഈ ജോലിയുടെ ഭാഗമായി എന്തൊക്കെ നന്മകളിലേക്ക് അവർ കടന്നു പോകാൻ കഴിയുന്നു എന്നുള്ളതും നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. വളരെ നല്ലൊരു കാഴ്ചയാണ്. മനുഷ്യനോട് മാത്രമല്ല, ചുറ്റുമുള്ള സഹജീവികളോട് കൂടി കടപ്പെട്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. കുടുംബാംഗങ്ങളുടെ സ്നേഹം, കരുതൽ അത് ആ ജീവിയോടുമുണ്ട്, അതിന്റെ ജീവനോടുമുണ്ട്.